നമസ്കാരം. തേടേ ന്യൂസിലേക്ക് സ്വാഗതം. ഇടതുപക്ഷ പാർട്ടികൾ പ്രധാനമായും CPIM രക്തസാക്ഷികളെയും രക്തസാക്ഷി കുടുംബങ്ങളെയും ഒക്കെ വലിയ രീതിയിൽ വാനോളം പുകഴ്ത്തി, അല്ലെങ്കിൽ അവരുടെ രക്തസാക്ഷിത്വം നമ്മുടെ പാർട്ടിക്ക് കിട്ടിയ വലിയ കാര്യമാണ്. അത്തരത്തിൽ അംഗീകാരത്തോടു കൂടി രക്തസാക്ഷി കുടുംബങ്ങളെയൊക്കെ കൊണ്ടു നടക്കുന്ന പ്രസ്ഥാനങ്ങളാണ് CPIയും CPIMും. പ്രധാനമായും നമുക്കറിയാം, രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഏറ്റവും കൂടുതൽ അണികളെ നഷ്ടപ്പെട്ട പാർട്ടി ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും രംഗത്ത് വരുന്ന പാർട്ടിയാണ് CPIM. പ്രധാനമായും കണ്ണൂരിൽ BJP CPIM സംഘർഷം ഈ അടുത്ത കാലത്ത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഒരു കാലത്ത് അവിടെ CPIMും BJPയും തമ്മിൽ വലിയ രീതിയിലുള്ള വെട്ടും കൊലയും നടന്നിട്ടുണ്ട്. ഒരു കാലത്ത് കോഴിക്കോട് നാദാപുരത്ത് മുസ്ലിം ലീഗും CPIMും തമ്മിൽ വലിയ രീതിയിലുള്ള കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. കുറേ പേർ ഇതിൻ്റെ പേരിൽ രാഷ്ട്രീയ കൊലപാതക കത്തിക്ക് ഇരയായിട്ടുണ്ട്. അത്തരത്തിൽ കൂത്തുപറമ്പ് രക്തസാക്ഷികളെ എന്നും ഓമനിച്ച് മനസ്സിലിട്ട് വിപ്ലവ വീര്യം ഒട്ടും ചോരാതെ പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്നൊക്കെ പാടി പുകഴ്ത്തി മുകളിലേക്ക്, അതായത് ഭരണത്തിലേക്ക് എത്തിയതാണ് നമ്മുടെ CPIMും പിണറായി വിജയനും ഒക്കെ. പക്ഷേ പറഞ്ഞു വരുന്നത്, ഈ അടുത്ത കാലത്ത് ഈ രക്തസാക്ഷികളെയൊക്കെ മറന്നുകൊണ്ടുള്ള ചില നിലപാട് മാറ്റം CPIMും പ്രധാനപ്പെട്ട പിണറായി വിജയനും അതുപോലെ MV ഗോവിന്ദനൊക്കെ എടുക്കുന്നു എന്ന വിമർശനമാണ് ഉയരുന്നത്. പ്രധാനമായും നമ്മുടെ സംസ്ഥാന സർക്കാർ എടുക്കുന്ന നിലപാടുകൾ പലപ്പോഴും രക്തസാക്ഷി കുടുംബങ്ങളെയും രക്തസാക്ഷികളെയും മറന്നുകൊണ്ടാണ് എന്ന പ്രതീതി പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഏറ്റവും ഒടുവിൽ റവാഡ ചന്ദ്രശേഖർ എന്ന ആളെ നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് മേധാവിയാക്കിയത് വലിയ അപരാധം എന്ന രീതിയിൽ പി ജയരാജൻ പ്രതികരിക്കുകയും പിന്നീട് അത് അദ്ദേഹം മാറ്റിപ്പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴിതാ 1995 ജനുവരി 30 നമ്മുടെ നിയമസഭയിൽ അടിയന്തര പ്രമേയ പ്രസംഗത്തിൽ കൃത്യമായും റവാഡ ചന്ദ്രശേഖർ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കൂത്തുപറമ്പ് രക്തസാക്ഷികളെ സൃഷ്ടിച്ചത് ഈ റവാഡ ചന്ദ്രശേഖരന്റെ പ്രവൃത്തിയാണ് എന്ന് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചതിൻ്റെ രേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത്. നിയമസഭാ രേഖയാണ്. അതുകൊണ്ട് തന്നെ അത് കള്ളമാണെന്ന് പറഞ്ഞ് പരത്താനോ അണികളെ വിശ്വസിപ്പിക്കാനോ പിണറായി വിജയൻ സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ റവാഡ ചന്ദ്രശേഖരനെ മുഖ്യമന്ത്രി DGP ആക്കി മാറ്റിയത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇപ്പോൾ പ്രശംസിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റുകളില്ല എന്ന് പറഞ്ഞുകൊണ്ട് P ജയരാജനും MV ഗോവിന്ദൻ മാഷൊക്കെ രംഗത്ത് വരുമ്പോൾ സാധാരണക്കാരായ അണികൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അല്ലെങ്കിൽ അങ്ങനെ പാർട്ടിക്കെതിരാണ്, അല്ലെങ്കിൽ രക്തസാക്ഷികളെ സൃഷ്ടിച്ചുകൊണ്ട് പാർട്ടിയെ വളർത്താനാണ് ഇവരൊക്കെ ശ്രമിച്ചത് എന്ന് മറുപക്ഷത്ത് പ്രതിപക്ഷമടക്കമുള്ള അല്ലെങ്കിൽ BJP അടക്കമുള്ള ആളുകൾ പറഞ്ഞാൽ അത് തെറ്റാവില്ല എന്നതാണ് ഈ തെളിയിക്കുന്ന സംസാരിക്കുന്ന രേഖകൾ, തെളിവുകൾ നമ്മളോട് പറയുന്നത്. ഇനിയെങ്കിലും രക്തസാക്ഷികളെ സൃഷ്ടിക്കുമ്പോൾ മറുഭാഗത്ത്, അല്ലെങ്കിൽ വരുന്ന കാലത്ത് അതൊക്കെ ഏറ്റുപറയേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലേക്ക് ഒരു പാർട്ടിയും എത്താതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. പുഷ്പനെ അറിയാമോ, പുഷ്പനെ അറിയാമോ എന്ന് പാടി പുകഴ്ത്തിയ, അല്ലെങ്കിൽ ആളുകൾ ഇത്തരത്തിൽ പുഷ്പനെ മറന്നുകൊണ്ട് റവാഡ ചന്ദ്രശേഖരനെ പാടി പുകഴ്ത്തുന്നത് എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ഇടതുപക്ഷത്തിനോ ഒട്ടും ചേരുന്നതല്ല എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും വലിയ പ്രതികരണങ്ങളിൽ ഒന്ന്.